ഹായ് ഓൾ, ദിസ് ഇസ് ശ്രീധർ. വെൽക്കം ടു SPSC ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. 51/2026 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. 17ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 1, 2, 3 എല്ലാം ശരിയാണ്. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. അപകടകരമായ വസ്തുക്കൾ ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നിർത്തലാക്കി. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറച്ചു. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്നത് 1991 ജൂലൈ 24. ആ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊണ്ടത് 1991. 18ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകൾ ആണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 12% 28%. താഴെ പറയുന്നവയിൽ ഭരണഘടന അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതാണ്? ഓപ്ഷൻ ബി ആണ് പ്രായപൂർത്തി വോട്ടവകാശം. 20ാമത് ക്വസ്റ്റ്യൻ. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന്? 20ാമത് ആൻസർ എ ആണ്. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ്. 42ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3. ആ 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി ആയിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ്. 42ാം ഭേദഗതിക്ക് ആരാ ശുപാർശ ചെയ്തത്? സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 21ാമത് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. സി. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാകുന്നു. സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A എന്നാണ് വന്നത്. 1979 ഏപ്രിൽ 30 നിലവിൽ വന്ന 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാണ്. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയ പട്ടിക 9ാം പട്ടികയും കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22ാമത് ക്വസ്റ്റ്യൻ. 22ാമത്. താഴെ പറയുന്നതിൽ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ത്രിതല സംവിധാനം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം, 33% വനിതാ സംവരണം. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, നാഗൂർ ജില്ലയില്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ 2. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 23ാമത് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക. ഏതാണ്? സമവർത്തി പട്ടിക, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ. സെൻട്രൽ ലിസ്റ്റിൽ ഏതൊക്കെയാണ് വരിക? വിദേശകാര്യം, ദേശീയപാതകള്, തുറമുഖങ്ങള്, പ്രതിരോധമൊക്കെ വരും. സ്റ്റേറ്റ് ലിസ്റ്റിലോ പോലീസ്, ജയിൽ എന്നിവയെല്ലാം വരും. 24ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻ 24. ഓപ്ഷൻ ഏതാ? TH മാർഷൽ. 25ാമത് ക്വസ്റ്റ്യൻ. രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? രാജ്യസഭയെ സംബന്ധിച്ച തെറ്റ്. രാജ്യസഭ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷമാകുന്നു എന്നതാണ്.
രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല, കാലാവധി ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ അംഗങ്ങളുടെ കാലാവധി എത്രയാ? 6 വർഷം. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ 2 വർഷം കൂടുന്തോറും വിരമിക്കുകയും പുതിയ അംഗത്തെ നിയമിക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത് ക്വസ്റ്റ്യൻ. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. എന്താ ഓപ്ഷൻ പറയുന്നത്? നാരി ശക്തി വന്ദൻ അധിനിയം. എത്രാമത് ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്? 128. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് കൂടിയാണിത്. കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ രാം മേഘ്വാൾ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി 27ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ 27. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1, 2 ശരി. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ എന്നാ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23. ആരാണ് ഇതിന്റെ തലവൻ? പെത്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് അധികാരമേറ്റത് എന്നാ 1946 സെപ്റ്റംബർ 2. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 28ാമത് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയെന്ന് നോക്കാം. 28ാമത് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 4ഉമാണ് ശരി. 1 ആസ്ഥാനം തിരുവനന്തപുരമാണ്. KSDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 29 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വീതം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 40%. 30ാമത് ക്വസ്റ്റ്യൻ. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാ? ഓപ്ഷൻ എ കിൻഫ്ര. കിൻഫ്രയുടെ ഫുൾ ഫോം എന്താ? കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഗ്രേവിസ് മയാസ്തേനിയ ഗ്രേവിസ് എന്ന സ്വയം പ്രതിരോധ രോഗം. 34ാമത് ചോദ്യം. ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉം ആബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ എന്നിവ ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ്. കൊളസ്ട്രോത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡിയാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികയാണ് ഏതാണ്? സഹേലി. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളിക. ഈ 37ാമത്. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതാണ്? അസോസ്പൈറില്ലം. ബാക്ടീരിയ അസോസ്പൈറില്ലം. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. 38 സി ആണ് ആൻസർ വരുന്നത്. 39 ഒരു യന്ത്രത്തോക്കിൽ നിന്നും 1 സെക്കൻഡിൽ m പിണ്ഡവും v പ്രവേഗവുമുള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം? ഓപ്ഷൻ എ ആണ് വരുന്നത്. NMV. 40 ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരം ഭൂമിയുടെ 1/4 ഭാഗം ഉള്ള മറ്റൊരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം 22.4 km/s ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 41ാമത് ചോദ്യം. താഴെ പറയുന്നതിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഓപ്ഷൻ സി ആണ്.
ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് ഭൗതിക ശാസ്ത്രത്തിലെ സമീപകാലത്ത് ശ്രദ്ധ നേടിയത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഏതാ? മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. മെഴുക് കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്, എല്ലാം രാസപ്രവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഹൈഡ്രജൻ. ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ ആണ്, വെള്ളിയാണ് വരുന്നത് കേട്ടോ. ഏറ്റവും മികച്ച വൈദ്യുത ചാലകമാണ് വെള്ളി. ഏറ്റവും മികച്ച താപചാലകവും വെള്ളി തന്നെ. വീടുകളിലെ വൈദ്യുതി കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ. വീടുകളിൽ കോപ്പർ. വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് ഏതുകൊണ്ടാ? അലുമിനിയം. ഇത് വൈദ്യുത തൂണുകളിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതാനും ലായനികളുടെ pH മൂല്യം 25 ഡിഗ്രി സെൽഷ്യസിലുള്ളത് താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കാം? 45ാമതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം pH 8ഉം pH 12ഉമാണ് ആൻസർ വരുന്നത്. 46ാമത് ക്വസ്റ്റ്യൻ. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഗീതാഗോവിന്ദം. 47ാമത് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാ? ഓപ്ഷൻ ഡി കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. 48ാമത് ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷമാണ്? ഓപ്ഷൻ എ ദീപാവലി. ഓപ്ഷൻ എ ദീപാവലി. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളിലെ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ദീപാവലി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 49. എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതികളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് 49 ഓപ്ഷൻ ബി ആണ്. ഇതാണ് ശരിയല്ലാത്തത്. ബാക്കി ഓപ്ഷൻസ് നോക്കാം. യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. സഞ്ചാരിയുടെ ഗീതങ്ങൾ അപ്പോൾ കവിതകളായിട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആത്മകഥാപരമായ നോവൽ എന്ന് എസ്.കെ. പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച ഒരു കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. എസ്.കെ. പൊറ്റക്കാട് രചിച്ച നാടകമാണ് അച്ഛൻ. അച്ഛൻ നാടകമാണ്. ഇനി 50ാമത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത്? നെഹ്റു ട്രോഫിക്ക് വള്ളംകളിക്ക് ഏതാ ചേരുന്നത്? സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളി. നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ? പുന്നാര നെഹ്റു. പുന്നാര നെഹ്റു അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ. താങ്ക് യു ഓൾ.